രണ്ട് കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ. ചേന്ദമംഗലത്ത് എന്താണ് സംഭവിച്ചത്? ലഹരിയോ പകയോ മൂത്തൊരാൾക്ക് ഇല്ലാതാക്കി കളയാൻ കഴിയുന്നതാണോ നമ്മുടെയൊക്കെ ലോകം എന്ന് നമുക്ക് തോന്നേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഈ കൊലവെറി? നമ്മളോടൊപ്പം തത്സമയം മുൻ എസ് പി ശ്രീ സുഭാഷ് ബാബു, ഡോക്ടർ മോഹൻ റോയ് മനോരോഗ വിദഗ്ധൻ, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം, മാതൃഭൂമിയുടെ സീനിയർ സബ് എഡിറ്റർ ശ്രീ ശ്യാമപ്രസാദ് ഉത്തമൻ എന്നിവർ ചേരും. ശ്യാമിലേക്ക് ആദ്യം പോവുകയാണ്. ശ്യാം, അവിടെ എത്തുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. ഈ മനുഷ്യൻ ഋതു വാഹനം ഓടിച്ചു പോയി. പോലീസ് സംശയം തോന്നി നിർത്തുമ്പോൾ പോലും അവർക്കും ഇയാളുടെ രൂപഭാവത്തിൽ നിന്നോ ഒന്നും ഒരു കൊലപാതക ശേഷം വന്നതാണ് എന്ന് വിചാരിക്കാനൊന്നും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ ദിവസങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ വളരെ ചുരുക്കത്തിൽ ആദ്യം. മധു, ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. ഈ ചേന്ദമംഗലത്ത് 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത ആദ്യം വരുന്നു. അത് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അതൊരു കൊലപാതകമാണ് എന്നറിയുന്നത്. 3 പേരെ കൊലപ്പെടുത്തി മറ്റൊരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും കൂടി പറയുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. കാരണം അവരെല്ലാം തന്നെ സ്തബ്ധരായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം, പ്രത്യേകിച്ച് ചേന്ദമംഗലം പോലെ ഒരു നാട്ടും പ്രദേശത്ത് ഇത്തരമൊരു സംഭവം കേട്ടുകേൾവി പോലുമില്ല. കാരണം ആ പ്രദേശത്തെ ആള് തന്നെ, അവർക്കൊക്കെ പരിചയമുള്ള ഒരു ആളാണ് ഈ ഋതു. കാരണം ഇവർ അവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളാണ്. തൊട്ട് അയൽവാസികളായിട്ടുള്ള 3 വീടുകളുമായിട്ടുള്ള ചെറിയൊരു തർക്കമാണ്. ആ 3 വീടുകൾ എന്ന് പറയുന്നത് അവർ ഈ ഋതുവൊക്കെ താമസിച്ചതിന് ശേഷം വന്ന ആളുകളാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഈ ഋതു അല്ലെങ്കിൽ അവിടെ എത്തി ഇത്തരത്തിൽ ഈ അയൽക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുകയൊക്കെ പതിവാണെന്നാണ് ആ പ്രദേശവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആ വീടിനകത്ത് ചോര കൊണ്ട് തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നിന്ന് ഒരു വീഡിയോ ദൃശ്യം കിട്ടിയിരുന്നു. ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം, ആ ഹോളിനകത്ത് ഈ 3 പേരെയും കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. അതിനിടയിൽ കൂടി ജിതിൻ ജീവശ്വാസം കണ്ട് ആ നാട്ടുകാർ ഈ ചോരക്കറക്കിടയിലൂടെയാണ് ജിതിനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴും ആ തൊട്ടപ്പുറത്ത് ആ മൃതപ്രായനായിട്ടുള്ള അച്ഛൻ വേണു ജീവന് വേണ്ടി പെടയുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. കാരണം അത്രയേറെ മൃഗീയമായ രീതിയിലായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത്. കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ഇയാൾ വീടിനകത്തേക്ക് കയറി ആ വീടിൻ്റെ ഡോർ അടച്ച ശേഷമാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. ഇവരെ 3 പേരെയും ആ ദണ്ട് കൊണ്ട് അടിക്കുന്നു, ജിതിനെയും അടിക്കുന്നു. ഈ ജിതിൻ ഈ അടുത്തൊരു വാഹനാപകടം ഉണ്ടായി കാലിന് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ജിതിൻ നേരത്തെ തന്നെ വിദേശത്തേക്ക് പോകേണ്ടയാളാണ്, വിദേശത്ത് നിന്ന് വന്നയാളാണ് ജിതിൻ. ഈ ഭാര്യ വീട്ടിലേക്ക് വന്ന് അങ്ങനെ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഇവരെല്ലാവരും വീട്ടിലിരിക്കുന്ന വൈകുന്നേര സമയമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്ന ശേഷം ജിതിൻ്റെ ബൈക്കും എടുത്ത് ഈ ഋതു കടന്നു കളയുകയാണ്. ആ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് പോകുമ്പോൾ ആ സമീപത്ത് കുറച്ച് സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, അവർ അവിടെ പറയുകയും ചെയ്ത കാര്യമാണ്, ഞാൻ അവിടുത്തെ 4 പേരെ തീർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെന്നാൽ കാണാമെന്ന് പറഞ്ഞ പോക്കിലങ്ങ് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഹെൽമെറ്റും വെച്ചിട്ടില്ല, ഒരാൾ സിഗരറ്റും വലിച്ചെന്ന രീതിയിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോലീസിന് കണ്ട അസ്വാഭാവികത തോന്നി പോലീസ് കൈ കാണിച്ച് നിർത്തുന്നു. അപ്പോൾ പോലീസിനോട് തന്നെ ഇയാൾ പറയുകയാണ്, ഞാൻ 4 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ കാര്യം പറയുന്നു. പോലീസ് വിളിച്ച് വാഹനത്തിൽ കയറ്റി ഇവിടെ എത്തുമ്പോൾ പോലീസ് കാണുന്നത് ഈ 3 പേർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന 4 പേരും മരിച്ചു എന്നുള്ളതാണ് ഋതു ആ സമയത്ത് വിചാരിച്ചത്. അങ്ങനെ 4 പേരെയും ഞാൻ കൊലപ്പെടുത്തി, ഞാൻ തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അതായത് നാളെ എന്തെങ്കിലും തരത്തിലൊരു വാക്കേറ്റമോ കയ്യേറ്റമോ ഒക്കെ ഉണ്ടായാൽ ആർക്കും നമ്മുടെ വീടുകളിലേക്കൊക്കെ കടന്നു വന്ന് ഇത്തരത്തിലുള്ള ക്രൂരമായ പൈശാചികമായ കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പേടിക്കേണ്ട മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നൊക്കെയാണോ ചിന്തിക്കേണ്ടതെന്ന് അറിയില്ല. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ അനിൽകുമാർ, നിങ്ങൾ നാട്ടുകാർ, അവിടെയുള്ള ആളുകൾ ഒക്കെ ഈ വാർത്ത അറിഞ്ഞതും അത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്നതുമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഋതു ഒരു സ്ഥിരം ശല്യക്കാരനാണ്, ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള ആളാണ്, പോലീസ് സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് തുടങ്ങിയ ഒരുപാട് വാർത്തകൾ ഇതിനകം മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർ സഹോദരത്തോടെ ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കുടിപ്പകയും ഇങ്ങനെ ഒരു പ്രതികാരവും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമല്ലല്ലോ. ഋതുവിനെ കുറിച്ച് പറയുമ്പോൾ, ഋതു പഠനകാലത്ത് മുതൽ സ്കൂളിൽ തന്നെ കുഴപ്പക്കാരനായിരുന്നു. പഠിക്കാൻ വളരെ മോശമായിരുന്നു. IQ കുറവായതുകൊണ്ട്
മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉപയോഗിച്ചാണ് ഋതു 8ാം ക്ലാസ്സിലും 10ലും ഒക്കെ പരീക്ഷ എഴുതുന്നത്. പക്ഷേ അന്നൊക്കെ വലിയ എല്ലായിടത്തും സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് ഋതു പല സംഘങ്ങളുമായി ചേർന്ന് MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും സ്ഥിരം പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നാട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ ഋതുവിൻ്റെ പേരിൽ 2 or 3 കേസുകളുണ്ട്. ചില സംഘങ്ങളുമായി ചേർന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന വിവരം നാട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അത്ര വലിയ പ്രശ്നക്കാരനാണ് ഋതു എന്ന് നാട്ടുകാർക്ക് പറയാനും കഴിയില്ല. അയൽവാസികളുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ഇങ്ങനെ അവരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൽ പരാതി കൊടുക്കും, പോലീസ് വിളിപ്പിക്കും. അപ്പോൾ അമ്മ ഈ സർട്ടിഫിക്കറ്റ് പറഞ്ഞ് ഇങ്ങനെ മകൻ ഇങ്ങനെ മാനസികമായ ചില പ്രശ്നങ്ങളുള്ള ആളാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു പതിവാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അമ്മയാണ് ഈ ഋതുവിനെ ഇത്ര കണ്ട് മോശമാക്കിയത് എന്നാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം. അപ്പോൾ ആ നിലക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരം നാടിനെ നടുക്കിയ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ സംഭവത്തിന് യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. കാരണം അത്രയേറെ വലിയ പകയുണ്ടാവാനുള്ള ഒരു കാരണം നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും സഹകരിച്ച് ജീവിക്കുന്നവർ തന്നെയായിരുന്നോ? ഇതിപ്പോ കളിയാക്കി എന്നൊരു സംഭവം പറയുന്നുണ്ട്, വീട്ടിലെ വളർത്തുനായ ചെന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഒരു കൊലപാതകത്തിന് പര്യാപ്തമായ അതായത് അതൊന്നും ഒരു കാരണമേ അല്ല. കാരണം വെച്ചാൽ അവിടെ തൊട്ടടുത്തല്ലേ വീടുകൾ. അപ്പോൾ സ്വാഭാവികം പട്ടിയും കോഴിയൊക്കെ ഈ ഋതുവിൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഋതു സംസാരിക്കും. പക്ഷേ ഋതു എപ്പോഴും എന്ന് വെച്ചാൽ കൂട്ടുകാരോട് പോലും വലിയ അല്ലെങ്കിൽ കൂട്ടുകാരൊന്നും ഋതുവിനില്ല. കാരണം കൂടെ 5 ദിവസം കൂടെ നടന്നാൽ 5ാമത്തെ ദിവസം ചിലപ്പോൾ അയാളെ മർദ്ദിക്കും. അപ്പോൾ ആരും ഋതുവിനോട് അങ്ങനെ എടുക്കാറില്ല. ഒരു കൂട്ട് എന്ന് പറയാൻ ഋതുവിനില്ല. എല്ലാവരുമായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം കൂടെ ഇരിക്കും. അപ്പോൾ പിറ്റേ ദിവസം അവരുമായിട്ട് അടിയുണ്ടാക്കും. അപ്പോൾ ഈ അയൽവാസികളൊക്കെ ആയിട്ട് 2 or 3 വീട്ടുകാരായിട്ട് ഇങ്ങനെ നിരന്തരമായി പ്രശ്നം ഉണ്ടാക്കും. എന്തെങ്കിലും ചെറിയ വിഷയത്തിന് പോലും ആയുധങ്ങൾ എടുത്തിട്ടാണ് ചോദിക്കാൻ ചെല്ലുന്നത്. ഇപ്പോൾ അവരുടെ അയൽവാസിയുടെ പട്ടി ഇയാളുടെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അയൽവാസിയുടെ കോഴി ഇയാളുടെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ചെല്ലുന്നത് തന്നെ കമ്പി വടിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ പരാതി കൊടുക്കുമ്പോൾ അമ്മ ഈ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അങ്ങനെ രക്ഷപ്പെടുന്നു പോരുന്ന പതിവാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ പോലീസും വേണ്ടത്ര ജാഗ്രതയോടെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. മറ്റതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ആ വിവരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്യാമിനോട് ചോദിക്കട്ടെ. ശ്യാം, അതായത് പോലീസ് പറയുന്നത് കഴിഞ്ഞ നവംബറിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഡിസംബർ വരെ വളരെ കൃത്യമായി ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ സർട്ടിഫിക്കറ്റ് ഒരു വലിയ ആയുധമാക്കി ഒരു പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം ഗൗരവത്തോടെ പരിഗണിക്കപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ അവിടെ വന്ന് ഈ പരിസരവാസികളോടും മറ്റുമൊക്കെ തിരക്കുമ്പോൾ അവിടുത്തെ 3 വീട്ടുകാരും ഋതുവിനെ കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ആ ഋതുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നതും പോലീസിനറിയാം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാളാണ്. തൃശ്ശൂർ ഒരു NDPS കേസുണ്ട്. ജില്ലയിൽ തന്നെ വിവിധ 2 കേസുകൾ ആലുവയിലും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പോലീസിന് അറിയാം. പക്ഷേ ഈ പരാതി ഈ കുടുംബങ്ങൾ കൊടുക്കുമ്പോൾ ആ ഘട്ടത്തിൽ വിളിപ്പിക്കും, 2 കൂട്ടരെയും വിളിപ്പിക്കും. ആ ഘട്ടത്തിൽ ഈ ഋതുവിൻ്റെ മാതാപിതാക്കളെയും വിളിപ്പിക്കും. ഈ മാതാപിതാക്കളാണ് ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റ്, അതായത് മാനസിക ചികിത്സ നേടുന്നയാളാണ് എന്ന തരത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റ് പോലീസിന് മുമ്പാകെ സമർപ്പിക്കുകയും പിന്നീട് ഒരു പക്ഷേ പോലീസ് നിസ്സഹായാവസ്ഥയിലാവുന്നു എന്നാണ് ആ പോലീസ് പറയുന്നത്. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു 3 ജീവനുകൾ ആ പുഴയിലായിരുന്നു. കാരണം അല്പം മുമ്പ് പറഞ്ഞ ആൾ, അതായത് അവിടെ ഒരു തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടി കയറി അല്ലെങ്കിൽ ഒരു കോഴി കയറി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഇരുമ്പ് ദണ്ടുമായിട്ട് വന്ന് അവിടുത്തെ ആ വീട്ടിലെ ആ ഇളയ മോനോട് വന്ന് ചൂടാകുകയാണ്. ആ മോനെടുത്ത വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്നലെ അടക്കം. ശരി, ഞാൻ ശ്യാം കൂടുതൽ വിവരങ്ങൾക്കായി ശ്യാമിലേക്ക് വരാം. ഞാൻ ആ ഒരു വിവരത്തിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് കയറി വന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി പോകട്ടെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, സ്ഥിരം ശല്യക്കാരനാകുന്ന, ഇപ്പോൾ ഒരാളെ അങ്ങനെ സ്ഥിരം ശല്യക്കാരൻ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം. പക്ഷേ മറ്റുള്ളവർക്ക് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന സ്വഭാവം എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നിതാന്തമായ ഒരു ജാഗ്രത വേണ്ട ഒരാൾ തന്നെയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നൽകേണ്ടി വരുന്ന വില എത്ര വലുതാണ് എന്നതുകൂടി വ്യക്തമാവുകയാണ്.
ഇതുണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ ഏത് പ്രൊഫൈലിലുള്ള മനുഷ്യരാണെങ്കിലും കുടുംബമായി ജീവിക്കുന്നവരാണ്. അവിടെ നമ്മൾ അച്ഛനോ അമ്മയോ മകളോ ഒക്കെയാണ്. ഇത് വളരെ വ്യക്തിപരമായി നമ്മളെ എല്ലാവരെയും വേട്ടയാടുന്ന ഒരു ഭീതിയാണ്. തീർച്ചയായിട്ടും വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്ന് പറയാൻ സത്യത്തിൽ എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകയ്ക്ക് അത് പറയാനുള്ള ആശങ്കയുണ്ട് ശരിക്കും. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് മുൻപ് സംസാരിച്ച ഒരു മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ ഋതു ചെറുപ്പം മുതൽ തന്നെ പ്രശ്നക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് 2-3 കാര്യങ്ങളുണ്ട് മാധു. നമ്മളിതിനെ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി പ്രശ്നക്കാരനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ പ്രശ്നക്കാരനായി വരുന്നില്ല. അപ്പോൾ ഒരു കുട്ടി ഒരു പ്രശ്നക്കാരനായെങ്കിൽ ഒരു പക്ഷേ അവരുടെ വീട്ടിലെ ജീവിത സാഹചര്യമായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, ആ കുട്ടിയോടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും മെൻ്റലി ഉള്ള ഡിസോർഡർ ആയിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രാഥമികമായി നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ സംസാരിച്ച ഒരാൾ പറയുന്നു കൂടുതൽ കൂട്ടുകാരില്ല, അധികം ആളുകളായിട്ട് ബന്ധപ്പെടാറില്ല, അതേസമയം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി, ലഹരി ഉപയോഗിക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടിയുള്ള സൗഹൃദങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കുണ്ട്, ഋതുവിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിൽ അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ കൂടുതൽ ക്രിമിനൽ പ്രവണത കാണിക്കുന്നു. അവർ ഇതുപോലെ തന്നെ ഈ വളരെ നിസ്സാരമായിട്ടുള്ള അയൽവാസികളുടെ അവിടെ നിന്നൊരു കോഴി വന്നാലോ പട്ടി വന്നാലോ ആളുകളെ കൊല്ലാം എന്നുള്ള ഒരു നിലയിലേക്ക് അവരുടെ മാനസിക നില എത്തുന്നു. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ, ഇപ്പം തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. ആ വീട്ടുകാർ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുകയാണ് എന്ന് പറയുന്നു. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ അത് ഒരു തവണ ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. പിന്നീട് ഒരു തുടർ ചികിത്സ, ഇയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്ന ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിനൊരു തുടർ ചികിത്സ കൊടുത്തിട്ടുണ്ടോ? അതിന് ആരാണ് ഉത്തരവാദികൾ? അതിന് ഒന്നാമതായിട്ട് വീട്ടുകാരാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിലുള്ള ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സാമൂഹ്യ വ്യവസ്ഥിതികളിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പോലീസിന് ചെയ്യുന്നത്, പോലീസിങ്ങിൻ്റെ ഇപ്പോൾ ചെയ്യുന്ന പോലീസ് സംവിധാനം ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്? ഇപ്പോൾ ഞാൻ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജയ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഞാൻ വായിക്കുകയായിരുന്നു. അവർ പറയുന്നത് അവർ ഒരു സ്ഥിരമായി ഒരു വടി അവരുടെ കിടക്കയുടെ അരികിൽ വെച്ചിരിക്കുക. ഈ ആളെ പേടിച്ച് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുക. ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു അയൽവാസിയാണ്. അപ്പോൾ ആ ചുറ്റുപാടുമുള്ള അയൽവാസികൾക്കൊക്കെ ഈ ചെറുപ്പക്കാരനെ ഭയമാണ്, ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. പോലീസ് ഏത് രീതിയിലുള്ള പിന്നെ നടപടിയാണ് ഇത്തരത്തിൽ എടുത്തിരിക്കുന്നത്? 5 കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നു. 5 കേസുകളിൽ പ്രതിയുള്ള മാനസിക നില ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഏത് തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായും, കാരണം അത് മറ്റുള്ളവർക്ക്, സമൂഹത്തിന് ഒരു ത്രെട്ടായി അത് വളർന്നു വരാൻ പാടില്ല എന്നത് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ജാഗ്രത പുലർത്താൻ വേണ്ടി. കേസിന് 2 തലങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നത്. ഒന്ന് ഒരു ക്രിമിനൽ പശ്ചാത്തലം, രണ്ടാമത്തേത് ക്രിമിനൽ പശ്ചാത്തലം മാത്രം പോരാ. ക്രിമിനൽ പശ്ചാത്തലം മാത്രമുള്ള ഒരാൾക്ക് ഇത്രമേൽ ക്രൂരനാകാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളത് 2 ഘട്ടങ്ങൾ. ഞാൻ ഡോക്ടർ മോഹൻ റോയിലേക്ക് വരാം. എല്ലാവരുടെയും ഒരു ഇത് കേട്ടിട്ട് അങ്ങിലേക്ക് വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു, ഇതിപ്പോൾ ഇത്തരം ക്രൈമുകൾ, ഒരു കുടുംബത്തെ ആകെ വേട്ടയാടുന്ന തോതിലുള്ള ക്രൈമുകൾ എന്ന് പറയുന്നത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇപ്പോൾ പോലീസിന് നിരന്തരമായി ഒരു ഗുണ്ടാലിസ്റ്റിലുള്ള ആളുകളെല്ലാം എല്ലാ ദിവസവും എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിരിക്കാൻ കഴിയുമോ? ഇപ്പം നമുക്ക് പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കാം, സ്വാഭാവികമാണ്, ആരോപണം ഉന്നയിക്കുകയും വേണം. കാരണം ഒരു സംവിധാനത്തിൽ സുരക്ഷ, അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷ എന്നൊക്കെ പോലീസിന്റെയും സംസ്ഥാനത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ചുമതലയാണ്. പക്ഷേ മനുഷ്യന്മാർ ഇത്രയും ക്രിമിനൽ ബുദ്ധിയോടുകൂടി പെരുമാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ ക്രിമിനൽ സ്വഭാവത്തെ അഡ്രസ്സ് ചെയ്യുക? അല്ല, അത്
അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ഇയാൾ സ്ഥിരമായിട്ടൊരു ഭീഷണിയാണെന്ന് പറയുന്നുണ്ട്. ആ ഭീഷണിയായതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ അതിക്രമങ്ങളുടെ പേരിൽ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു. പോലീസിൽ പരാതി കൊടുത്ത ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് അവകാശപ്പെടുന്നു. അതോടുകൂടിയിട്ട് കേസിൽ നിന്ന് ഒഴിവായി പോകും എന്ന് പറയുന്നതിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനൊരു നിയമം ഇന്ത്യയിൽ നിലവിലില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്യുന്നത് മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുള്ള വ്യക്തിയാണെന്നുള്ള രീതിയിൽ പോലീസിന് കേസെടുക്കാതിരിക്കുകയോ നടപടി എടുക്കാതിരിക്കാനോ പറ്റില്ല. അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കോഗ്നൈസ് അപ്ലറാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് നോക്കിയതിനു ശേഷം അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ മെഡിക്കൽ പരിശോധനയിൽ ഈ വ്യക്തിക്ക് ആ സമയത്ത് ഇത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് അറിയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ പോലും കേസ് ചാർജ് ചെയ്തതിന് ശേഷം കോടതിയാണ് അത് തീരുമാനിക്കുക. അല്ലാണ്ട് പോലീസിന് ഇതേമാതിരി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം തേച്ചു മാച്ച് കളയാനോ നടപടി സ്വീകരിക്കാതിരിക്കാനോ അധികാരമൊന്നും കൊടുത്തതായിട്ട് നിയമം നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് അത് അടിസ്ഥാനപരമായിട്ട് പോലീസ് അങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ച് നടപടി എടുക്കാതിരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് മാനസിക പ്രശ്നമായി. അവനെ മാനസിക രോഗിയായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ മാനസിക പ്രശ്നമുള്ള ഒരുത്തൻ മാനസിക രോഗം ഉണ്ടാകുന്ന ഈ നാർക്കോട്ടിക്സ് സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവൻ 100% ഭ്രാന്തനും ക്രിമിനലും ആകുന്നതിന് എന്താ സംശയമുള്ളത്? അതറിയാൻ വയ്യാത്ത സാധാരണ ബുദ്ധിയുള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വീട്ടുകാർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്ത് സ്വീകരിച്ച ആളുകളൊക്കെ തന്നെ നാട്ടുകാരായാലും ശരി, നാട്ടുകാരത് പഠിക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ അവർക്ക് വേണമെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം വീട്ടുകാരെടുക്കേണ്ടിയിരുന്നു. അടുത്തുള്ള അയൽവാസികൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലീസിന് പോലീസ് തന്നെ കോടതി മുഖാന്തരം ഈ വ്യക്തിയെ ട്രീറ്റ്മെൻറ്റിന് നിർബന്ധിച്ചയക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള മാനസിക പ്രശ്നമുള്ള ആൾ തന്നെ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന മാനസിക രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനെ മയക്കുമരുന്നോട് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണുള്ളത്? അദ്ദേഹം പൂർണ്ണമായിട്ട് ഭ്രാന്തനായി മാറുകയാണ്. ക്രിമിനൽ സ്വഭാവം അതിൻ്റെ കൂടെ വേറെയുണ്ട്. ഇതെല്ലാം കൂടെ മൂന്നും കൂടെ ചേരുന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്രിമിനലിനെ ഈ ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉള്ള യാഥാർത്ഥ്യങ്ങളായി മാറിയിരുന്നു. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഹൈസ്കൂളിലുള്ള കുട്ടികൾ വരെ ഈ പറയുന്ന രാസലഹരിയൊക്കെ എളുപ്പത്തിൽ അവർക്കൊക്കെ അതിനെ കിട്ടുന്ന തരത്തിൽ നമ്മുടെ ഒരു സംവിധാനം മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മളതിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കണം. ഈ ക്രിമിനൽ സ്വഭാവമുള്ള, ഒരുപക്ഷെ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള, ലഹരി ഉപയോഗമുള്ള ആളുകളൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ക്രൈമിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. വളരെ നിസ്സാരമല്ലേ? കാരണം ഈ രീതിയിലുള്ള അഡ്രസ്സ് ചെയ്യേണ്ട ആൾക്കാർ ഇതിനു വേണ്ടി വ്യക്തമായ നിയമങ്ങളുണ്ട്, ശക്തമായ നിയമം. പോലീസിനെ നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യം, പോലീസിൽ നിർവീര്യമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ കൃത്യരോഗം കാണിക്കുന്ന ഒരു സംവിധാനമായി പോകുമ്പോഴല്ലേ ഇതേമാതിരി ക്രിമിനൽസ് കൂടുക. പോലീസിൻ്റെ സംവിധാനം അനുസരിച്ച്, നിയമവ്യവസ്ഥിതി അനുസരിച്ച് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ല. അത് അവരിടപെട്ട് നേരത്തെ അറിയുകയും അറിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അവരുടെ വേണ്ടി താക്കീത് ചെയ്ത് അവരെ വേണമെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സ്, അതായത് അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുകയും അതുതന്നെ സൽസ്വഭാവത്തെ ഉറപ്പുവരുത്തുന്ന രീതി ബോണ്ട് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇയാൾ വീണ്ടും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു കുറ്റകൃത്യം സമൂഹത്തിലുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പോലീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു കുറ്റകൃത്യം ഉണ്ടായത് എൻ്റെ കാര്യശേഷിയിൽ, എൻ്റെ പ്രവർത്തനശേഷിയിൽ എന്തോ ഒരു തകരാറുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ആ തകരാറ് പരിഹരിക്കാൻ ഒഴുകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രീതി ശൈലി മാറ്റുകയും അതിന് പിന്നീട് അതുണ്ടാകാത്ത രീതിയിലുള്ള മുൻകരുതലോടുകൂടി ശക്തമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതാണ് നിയമം. അത് നിയമത്തിനെ നമ്മൾ പഠിച്ചിട്ട് കാര്യം. നിയമമുണ്ട്, നിയമമില്ലാത്ത കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് അലംഭാവം കാണിക്കുന്നു? അതിനെ ചെയ്യിക്കാൻ ആർക്കും താല്പര്യമില്ല. അഥവാ ഇനിയും ചെയ്യിച്ചാൽ പോലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ വരുന്നു. അവരുടെ മനോവീര്യം കെടുത്ത്, അപ്പോൾ മനോവീര്യം കെടുക്കുമ്പോൾ ആ ഇടപെടൽ വല്ലാണ്ട് വരുന്ന അവസരത്തിൽ അവരെ സംബന്ധിച്ച് അവർ നിസ്സംഗരാകും. അപ്പോൾ ആ ഒരു പരിധി വരെ പോലീസിൻ്റെ നിസ്സംഗത, ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ട് അവരെ സംബന്ധിച്ചോളം നിർവീര്യമാകുകയാണ് പോലീസ് വിഭാഗം. ആ നിർവീര്യമാക്കാതെ ഇവരെ കുറച്ചുകൂടെ ഈ വിഭാഗം, ഇപ്പം സ്കൂളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ല കോളേജ് പ്രിൻസിപ്പൽമാരും ഒക്കെ പരാതി നമ്മളോടുമൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് തന്നെ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് സങ്കടം തോന്നും. അതൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടണ്ടേ? കുട്ടികളാണ് നിയമത്തിന്റെ അഭാവമല്ല, പക്ഷെ അത് അതിനോടുള്ള ജാഗ്രതയും നടപ്പിലാക്കണമെന്ന നിർബന്ധ ബുദ്ധിയും സംവിധാനത്തിനുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹവും ഉയർത്തുന്ന ചോദ്യം. ശ്രീ മോഹൻ റോയ്, ഡോക്ടർ മോഹൻ റോയ്, ഇത് മുഴുവൻ എല്ലാവരും ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ തലത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ, ശ്രീ സുഭാഷ് ബാബു, എല്ലാവരും പറഞ്ഞത് അങ്ങ് കേട്ട് കാണും. ഇപ്പോൾ ഏറ്റവും പുതുതായി പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് മാനസിക രോഗമില്ല എന്നുള്ളതാണ്. മാനസിക രോഗമില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. മാനസിക രോഗമുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ്, പോലീസിനടക്കം കാണിച്ചുകൊണ്ടാണ് ഇത്രയും നാളുകൾ പ്രതിരോധിച്ചത് എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ഈ പറയുന്ന നിയമത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ കഴിയുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഇവിടുത്തെ ജനപ്രതിനിധിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ 3 പേരും പറഞ്ഞ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാത്തതിൽ കാര്യം വ്യക്തമാണ്. സ്ഥിരം സ്കൂളിലെ ഒരു കുഴപ്പക്കാരൻ, IQ കുറവുണ്ട്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തായിരിക്കും IQ കുറവുണ്ട് എന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതിനുശേഷം ഇദ്ദേഹം ഗ്യാങ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നു, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. 2-3 കേസുകൾ നേരത്തെ ഉണ്ട്. ഇത്തരത്തിൽ ഒരു IQ പരിശോധിച്ചിട്ട് ബുദ്ധി നിലവാരം കുറവുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റാണെന്നും, ഇനി അഥവാ മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ തന്നെ പഴയ സെക്ഷൻ 84 ഇന്ത്യൻ IPC ഭാരതീയ ന്യായസംഹിതയിൽ അത് 22ആണ്. അതിൽ പറയുന്ന സെക്ഷൻ ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ എന്തുകൊണ്ട് തീരുമാനിക്കുന്നു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം വരുന്നത്. യഥാർത്ഥത്തിൽ മാനസിക രോഗമുള്ള ഒരു വ്യക്തി ആ മാനസിക രോഗത്തിൻ്റെ തീവ്രതയിൽ, ആ മാനസിക രോഗം കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി നിയമത്തിന് വിരുദ്ധമാണെന്നും നിലവിലുള്ള നിയമങ്ങൾക്കെതിരാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതാകുമ്പോൾ, നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന പഴയ കഥാപാത്രമുണ്ടല്ലോ, ശ്രീനിവാസൻ അവതരിപ്പിച്ച തളത്തിൽ ദിനേശന് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മാനസിക രോഗത്തിൻ്റെ വിശകലനം വെച്ച് നോക്കിയാൽ ഒരു സംശയരോഗം, ഭാര്യ സംശയമാണ് അദ്ദേഹത്തിൻ്റെ രോഗം. നമുക്കറിയാം, ആ ചിത്രം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഈ തളത്തിൽ ദിനേശൻ ഒരു ദിവസം റോഡിലൂടെ പോകുമ്പോൾ ഒരു വാക്ക് തർക്കമുണ്ടായി ഒരു വ്യക്തിയെ അങ്ങ് കുത്തിക്കൊല്ലുകയാണ്. തളത്തിൽ ദിനേശന് മാനസിക രോഗമുണ്ടോ? ഉണ്ട്. തളത്തിൽ ദിനേശൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. തളത്തിൽ ദിനേശൻ മാനസിക രോഗം കൊണ്ടാണോ കുറ്റകൃത്യം ചെയ്തത്? അല്ല. ഇത് കോടതി തീരുമാനിക്കുന്ന കാര്യമാണ്. ഇനി ഈ തളത്തിൽ ദിനേശൻ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ ഇയാൾക്ക് മാനസിക രോഗമുണ്ടല്ലേ എന്ന് പറഞ്ഞു വിടലാണ് നമ്മുടെ സംവിധാനം വിചാരിക്കുന്നതെങ്കിൽ, പുതിയതായി 2017 വന്ന മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ടിൻ്റെ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധം. അതിൽ സെക്ഷൻ 100 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എവറി ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഷാൾ ഹാവ് എ ഡ്യൂട്ടി ടു ടേക്ക് അണ്ടർ പ്രൊട്ടക്ഷൻ എനി പേഴ്സൺ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദ പോലീസ് whom the officer has reason to believe to be at risk to himself or others by reason of mental illness. മാനസിക രോഗമുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും ആ മാനസിക രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് ആ വ്യക്തിക്കോ ചുറ്റുപാടുമുള്ളവർക്കോ ഉപദ്രവമുണ്ടാവാമെന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയെയും കസ്റ്റഡിയിലെടുക്കാനും അതിനനുസരിച്ചുള്ള മാനസികാരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുമുള്ള അധികാരം 2018 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യന് മാനസിക രോഗ പ്രശ്നമുണ്ട്, അത് ഏറ്റവും തീവ്രവും ഏറ്റവും കഠിനവുമായ സാഹചര്യത്തിലാണ് എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുഴുവനും സുരക്ഷയ്ക്ക് വിഘാതമായ രീതിയിൽ വിരാജിക്കാൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? അതൊരിക്കലും സാധിക്കില്ല എന്നുള്ളത് നിയമം പറയുന്നതാണ്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എംപവർ ചെയ്തുകൊണ്ടുള്ള നിയമമാണ്. ഇതിപ്പോൾ പ്രാബല്യത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികാരോഗ്യ റിവ്യൂ ബോർഡുകൾ ഉൾപ്പെടെ ഉണ്ട്, അവ പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു മാനസികാരോഗ്യ റിവ്യൂ ബോർഡിലെ അംഗവുമാണ്. അതുകൊണ്ട് ഇത്ര വ്യക്തികളുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ ഇത്രയും നാളുണ്ടായിരുന്ന മാനസികാരോഗ്യം ഈ ഒരു ദിവസം കൊണ്ടങ്ങ് അപ്രത്യക്ഷമായോ? അപ്പോൾ ഇത്രയും നാൾ ഇദ്ദേഹത്തിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതെല്ലാം വിശ്വസിപ്പിച്ചതാണോ? അതോ പണ്ട് ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഞാൻ അവനെ പറ്റിച്ചതല്ല, അവനങ്ങ് പറ്റിപ്പോയതാന്ന് പറഞ്ഞ പോലെ ഈ സംവിധാനം മൊത്തം പറ്റിക്കപ്പെടുകയായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലായിരിക്കണം ആ കേസ് എടുക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പൊതുമാധ്യമങ്ങളുമൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. സിനിമയിലൊക്കെ തന്നെ വളരെ കൃത്യമായി പറയാറുണ്ട്. നായകനോ അല്ലെങ്കിൽ വില്ലനോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയും, എടാ എനിക്ക് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ നിയമത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം നിർഭാഗ്യവശാൽ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ വിശ്വസിച്ചു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അങ്ങനെയാണോ ഈ നാട്ടിൽ സംവിധാനങ്ങൾ പോകേണ്ടത്?
ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ലഹരി ഇദ്ദേഹം ഉപയോഗിച്ച് ഒരു മാനസിക പ്രശ്നം ഉണ്ടായാൽ, അദ്ദേഹം തന്നെ ഉപയോഗിച്ചാണല്ലോ ഈ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായത്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ മാനസികാരോഗ്യത്തിൻ്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ നിയമങ്ങളൊന്നും നമുക്ക് ഇത്രയും നാൾ അറിയില്ലായിരുന്നെന്നും ഇന്നലെ രാത്രി ഏകദേശം 7-7:30 മണിയോടുകൂടി സംഭവിച്ച കാര്യത്തിൽ ഇന്ന് വൈകുന്നേരം 4:30 ആയപ്പോൾ വെള്ളടി പോലെ ഒരു വെളിപാടുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇതെങ്ങനെ വിശ്വസിക്കുക? ശരി, ശ്യാം പ്രസാദ് ഉത്തമൻ, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആയുധങ്ങളും എടുത്തുകൊണ്ടാണ് അവിടെ പോകുന്നത് എങ്കിൽ ആ നാട്ടിൽ ഒരു ജാഗ്രത ഉണ്ടാവില്ലേ? ഇദ്ദേഹം ബാംഗ്ലൂരിൽ എന്തോ ജോലി ചെയ്യുകയായിരുന്നു, അവിടുന്ന് തിരിച്ച് തലേദിവസമോ മറ്റുമാണ് എത്തിയത് എന്നൊക്കെ കേൾക്കുന്നു. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരാൾ സ്ഥിരമായി ആളുകൾക്ക് ശല്യവും ഭയവും ഭീതിയും ഒക്കെ ഉണ്ടാക്കി നടക്കുന്നു എന്നതിനെ പറ്റി നാട്ടുകാർക്കൊരു പൊതുവിചാരം ഉണ്ടാകില്ലേ ശ്യാം? അത് അവിടെ പ്രധാനമായിട്ടും അവിടുത്തെ ഒരു 3 വീട്ടുകാരുണ്ട്. അതായത് ഈ ഋതുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന 2 വീട്ടുകാർ, അതോടൊപ്പം തന്നെ ഋതുവിൻ്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീട്. അങ്ങനെ ആ 3 വീട്ടുകാരുമായിട്ടാണ് ഈ ഋതുവിന് പ്രശ്നം. ഈ 3 വീട്ടിലും ഇയാൾ ചെന്ന് ബഹളമുണ്ടാക്കും. ഇത് ഇന്നലെ ഈ കൃത്യം നടന്ന സമയത്ത് അതായത് ഋതുവിൻ്റെ വീടിനോട് ചേർന്നുള്ള വീട്ടിൽ അവിടെ ആ വീട്ടുകാരുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അവിടുത്തെ സുഭാഷ് എന്ന് പറയുന്ന അവിടുത്തെ വീട്ടുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇക്കൂട്ടത്തിൽ അവർക്ക് നേരെയും ഋതു തിരിഞ്ഞേനെ. ആ രീതിയിൽ തൊട്ട് മുമ്പ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നതാണ്. ഭീഷണിപ്പെടുത്തുകയാണ്, ഭാര്യയെ വന്ന് ഭീഷണിപ്പെടുത്തി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഋതു പറഞ്ഞു എന്നതൊക്കെയായിരുന്നു പറഞ്ഞു. പക്ഷേ ഇവർ നിരന്തരം പോലീസിനെ ബന്ധപ്പെട്ടിട്ടും പക്ഷേ പോലീസ് കൃത്യമായൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീഴ്ചയായിട്ടും ഇവരും പങ്കുവെക്കുന്നത്. അതിൽ ഈ പറയുന്ന തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ പട്ടി പോയി എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ഈ ഇരുമ്പ് നിണ്ടുമായിട്ട് ചെന്ന് ബഹളം വെക്കുകയാണ്. ഇയാൾ ബാംഗ്ലൂർ ഇടക്ക് പോകുന്നുണ്ട്. ഈ 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ പോയിട്ട് വന്നതാണ്. ഈ 2 ദിവസവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ വീട്ടിലേക്ക് കയറി ഒരു പ്രകോപനവുമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. നമുക്ക് ഈ മരിച്ച വേണുവിൻ്റെ വീട്ടിൽ ക്യാമറ CCTV കാണാം. ഈ CCTV അവർ വെക്കാൻ കാരണം ഈ ഋതുവാണ്. കാരണം ഋതുവിൻ്റെ ഈ നിരന്തരമായിട്ടുണ്ടാകുന്ന ഈ ഭീഷണിയും മറ്റുമൊക്കെ തുടർന്നാണ് അവർ ആ വീട്ടിൽ അവിടെ CCTV വെക്കേണ്ട ഒരു ഗതികേടുണ്ടായത്. ആ വീട്ടിൽ അവർ അങ്ങനെ CCTV വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഋതു ആ വീടിൻ്റെ മുമ്പിലൂടെ പോയപ്പോൾ ഋതു ഇവരുടെ വീടിൻ്റെ ഗേറ്റിൽ കയറി ചവിട്ടി ഗേറ്റ് പൊളിക്കുന്ന ഒരു സമീപനം പോലെ ഉണ്ടായി. അതിൽ ഇവർ ഈ വീട്ടുകാരും ഋതുവിന് നേരെ ബഹളമുണ്ടാക്കി. അങ്ങനെ ആ തരത്തിലുള്ള പകയും കാര്യങ്ങളൊക്കെ ഋതുവിന് ഉണ്ടായിരുന്നു. ആ പകയെല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് ഇന്നലെ പെരുമാറിയത്. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ അകത്തേക്ക് കയറുമ്പോൾ 2 കുട്ടികളുണ്ട് അവരുടെ. ആ കുട്ടികൾ ഒരുപക്ഷെ ആ സമയത്ത് പേടിച്ച് വിറച്ച് ഓടി വീട്ടിലേക്ക് കയറി പോകും. വീടിനുള്ളിലെ റൂമിലേക്ക് കയറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് പോലും നമുക്കറിയില്ല. കാരണം അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, മുത്തച്ഛനെ നഷ്ടപ്പെട്ടു, മുത്തശ്ശിയെ നഷ്ടപ്പെട്ടു. അച്ഛൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്, ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു പൊതു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മുടെ ജീവനൊക്കെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ശത്രുതാ മനോഭാവത്തോടെ കാണുക, പോകുന്ന വഴിക്ക് ചീത്ത വിളിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിലൊരു ജാഗ്രത വേണ്ടതുണ്ട് എന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും സംവിധാനത്തെയും നമ്മൾ ബോധ്യപ്പെടുത്തിയേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. ഇടവേളയെടുത്ത് മടങ്ങി വരാം. ചർച്ചയിലേക്ക് തിരികെ. ശ്രീ അനിൽകുമാർ, ഇങ്ങനെ നിരന്തരം പ്രശ്നം നോക്കൊരു വീട്ടിൽ CCTV വെക്കുകയാണ്. അതിന് കാരണം ഈ പറയുന്ന സുരക്ഷാ പ്രശ്നവും ഈ ഋതു ഉയർത്തുന്ന വെല്ലുവിളികളുമാണ്. ഇങ്ങനെ നിരന്തരമായ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് ആരും അറിയാതെ പോയത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് പരാതി കൊടുക്കാൻ പോലും പേടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരാതിപ്പെട്ടാൽ തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വീണ്ടും ഈ ഭീഷണിയാണോ എന്ന് നാട്ടുകാരടക്കം പേടിച്ചിരുന്നു എന്നൊക്കെ. ഇത്രമേൽ ഭീകരതയുണ്ടായിരുന്നോ ഈ പ്രദേശത്ത്? അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ഋതുവിൻ്റെ അയൽവാസികൾ, ചുറ്റുമുള്ള 2-3 വീട്ടുകാർ തമ്മിൽ മാത്രമായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. നാട്ടിൽ പൊതുവേ ഋതു ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാവുന്ന ചെറിയ പട്ടി വന്നപ്പോൾ ചോദിച്ചു, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് തർക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ തർക്കം ഉണ്ടാകുമ്പോൾ ഋതു സ്വാഭാവികമായിട്ടും ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇത്തരം ആയുധങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നു എന്നതാണ് പ്രധാന പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പരാതി കൊടുത്തു.
പോലീസ് വിളിപ്പിച്ചു, പ്രശ്നം പറഞ്ഞു തീർത്തു. അപ്പോൾ ഈ ഋതുവിൻ്റെ ആ ശല്യം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പോലീസ് തന്നെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ വെച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടിൽ പൊതുവേ ഇങ്ങനെ വലിയ ശല്യക്കാരനാണെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഇടപെടുമല്ലോ. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഈ ഋതു എന്ന് പറയുന്ന അവൻ നല്ല ആരോഗ്യമുള്ളവനാണ്. അപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നൊരു തോന്നൽ പൊതുവെ ആളുകൾക്കൊക്കെ ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവൻ പോകുമ്പോൾ ഇവരുടെ മതിൽ ഗേറ്റിൽ ചവിട്ടുക, ജനലും അടിക്കുക, അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നൊരു രീതി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾക്ക്, കാരണം അവിടെ എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. 2 സെൻറ്റ് 3 സെൻറ്റ് ഒക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഋതു അവിടെ സ്ഥിരം താമസക്കാരൻ, അവനവിടെ ആ സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ മരണപ്പെട്ടവർ തൊട്ടടുത്ത പ്രദേശത്തു നിന്ന് 2 വർഷം മുമ്പ് അവിടെ വന്ന് താമസിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ വരുത്തൻ എന്ന രീതിയിലൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഋതു ഒരു പൊതുശല്യമാണെന്നൊന്നും പറയാൻ പക്ഷെ ഇത്തരം പ്രകൃതമുണ്ട് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നേരിട്ടുള്ള ശല്യം ഇല്ലെങ്കിലും ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സമീപ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. അതുണ്ട്. ആള് കുഴപ്പക്കാരനാണെന്നറിയാം. അതുകൊണ്ട് പലരും ഭയപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് എന്തിനു പ്രശ്നത്തിന് പോകണമെന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഒരു പൊതുശല്യമായി മാറി എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് പോലീസ് കുറച്ചും കൂടി ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ ഋതുവിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യം. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇതിപ്പോൾ നമ്മൾ ആരോടാണിത് ചോദിക്കേണ്ടതെന്നുള്ളൊരു പ്രശ്നമാണ്. ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ള ഒരാൾ വീട്ടിലേക്ക് കടന്നു വരികയാണ് വൈകുന്നേരം, കയ്യിൽ ആയുധമുണ്ട്. ഈ പെൺകുട്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രകോപിതനാകുന്നു. എന്തായാലും ആക്രമിക്കാൻ ഉറച്ചാണല്ലോ ആയുധവുമായിട്ട്, കമ്പിവടിയുമായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ആ കുഞ്ഞുങ്ങൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നതിനപ്പുറത്ത് അത് സംഭവിക്കുന്നു. ദീപ്തി, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ ജീവിതങ്ങളിൽ ചെറിയ വെല്ലുവിളികളൊക്കെ ഉയർത്തി കടന്നു പോകാറുണ്ട്. നന്നായിട്ട് മദ്യപാനം ചെയ്യുന്ന ആളുകൾ, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ആളുകൾ, അല്പസ്വല്പം ഗുണ്ടാ പ്രവർത്തനമൊക്കെ ഉള്ളവർ, പോലീസിൻ്റെ ഗുണ്ടാ ലിസ്റ്റിലുള്ളവരൊക്കെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ നമ്മളാരും. ഈ വ്യക്തിയെക്കുറിച്ച് അവിടെ സമീപവാസികൾ പറഞ്ഞ ചില ആരോപണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ജനപ്രതിനിധി പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കായിരുന്നു. അദ്ദേഹം അത് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പകൽ മുഴുവൻ കിടന്നുറങ്ങുക, രാത്രി ഇറങ്ങി നടക്കുക, സ്ത്രീകളെ ശല്യപ്പെടുത്തുക. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണം പതിവായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുകയാണ്. എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സത്യമായിട്ടും പറയുകയാണ്, ഇന്നത്തെ പോലീസിന് പോലും അറിയില്ല എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അയൽവാസിയെ, ഒരു വീട്ടിൽ താമസിക്കുന്ന ഇതേപോലെയുള്ള ഒരാൾ ഇത്തരത്തിൽ ആക്രമിക്കുന്നു, ആ വീട്ടിൽ തന്നെ ഉള്ള ആളുകളെ ആക്രമിക്കുന്നു, ആയുധവുമായി ആക്രമിക്കുന്നു, അകത്ത് പൂട്ടിയിട്ട് വെളിയിൽ നിന്നിട്ട് എന്നെ വിളിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രദേശത്ത്. അപ്പോൾ നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ പറയുക, പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അവർ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറം ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ നമുക്ക് ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഈ പറയുന്ന പോലെ മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ഇപ്പം സാമ്പത്തികമായി അല്പം താഴെ നിൽക്കുന്ന, സാമ്പത്തികമായി അത്തരത്തിലുള്ളതൊന്നും ചികിത്സയ്ക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു കുടുംബമാണെങ്കിൽ അത് ആരേറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് മെഷീനറി ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. മാനസികമായി പ്രശ്നമുള്ളവരെയും ലഹരി ഉപയോഗിക്കുന്നവരെയും ഇപ്പോഴും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മുടെ പോലീസിനൊരു അതിനെക്കുറിച്ച് കൃത്യമായ രൂപരേഖ, മാർഗരേഖ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നു ജനലിലടിക്കും. പറയട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളല്ലേ, അവിടെ നമ്മുടെയൊക്കെ 5 വയസ്സും 7 വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഭയപ്പെടും. അവിടെ ഗേറ്റിൽ ചവിട്ടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് വളരെ ഗൗരവമായിട്ട് ഇതിൻ്റെ
ഇദ്ദേഹത്തെ ഇടപെടേണ്ടതാണ്, ഇദ്ദേഹത്തെ മെൻ്റൽ ആശുപത്രിയിലാക്കേണ്ടതാണ്, ഇദ്ദേഹത്തിന് ഡി അഡിക്ഷൻ സെൻ്ററുകളിലാക്കേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൽ ഉണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയാത്തത്? ഒരു പരിധിവരെ ലോക്കൽ ബോഡിക്ക് ഇതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയും. ലോക്കൽ ബോഡികളിലുള്ള ജനപ്രതിനിധികളെ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി ശാക്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അവർക്കിതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് മാനസിക ആരോഗ്യ ആശുപത്രികളിലോ അതുപോലുള്ള കാര്യങ്ങളിലേക്കോ ഒക്കെ ഇവരെ ഡയറക്റ്റ് ചെയ്യുവാനുള്ള ഒരു ശക്തമായ ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഡോക്ടർ ശശി തരൂർ പറഞ്ഞ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, മിനിസ്ട്രി ഓഫ് മെൻ്റൽ ഹെൽത്ത് വേണം എന്നുള്ളത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു പ്രപ്പോസലായിരുന്നു. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു മിനിസ്ട്രി തന്നെ ഇതിന് വേണ്ടതായിട്ടുണ്ട്. അത് അത്തരത്തിൽ ഗൗരവമായി കണ്ടുകൊണ്ട് താഴെ തട്ടിലേക്ക് ലോക്കൽ ബോഡിയിലുള്ള ജനപ്രതിനിധികൾ വരെ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവണം. നിലവിലുള്ള പോലീസ് സംവിധാനത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മാധു യാഥാർത്ഥ്യം. അവരെ ഏത് തരത്തിലാണ് പോലീസിന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നത്? ഇത്തരം ഒരു കേസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലായ ഒരാളെ എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മുടെ നിയമസംഹിത പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രൊസീഡിങ്ങുമായി മുമ്പോട്ട് പോകും. എന്നാൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അവർ അത്തരം പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ ഇവിടെ വളരെ ശക്തമായി ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാവൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര വ്യക്തിപരമായ അതിക്രമം നേരിട്ടാലും നമുക്ക് ചോദിക്കാൻ ആകെയുള്ളത് സർക്കാർ പോലീസ് സംവിധാനവും മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യേണ്ടത്. അതിന് ഒരു പ്രത്യേക സമിതി രൂപീകരിക്കും. അതിൽ ഈ പറയുന്ന മാനസിക രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനസിക അവസ്ഥകളുമായി ബന്ധപ്പെട്ട വിദഗ്ധരെയൊക്കെ ഉൾക്കൊള്ളിക്കാം. പക്ഷേ പൗരന് ഏറ്റവും ആത്യന്തികമായ സുരക്ഷ കിട്ടേണ്ടത് പോലീസിൽ നിന്ന് തന്നെയാണ്. ഞാൻ മറ്റതിലേക്ക് വരാം, ഒരു ഇടവേള കൂടി എടുക്കട്ടെ. ശ്രീ സുഭാഷ് ബാബു, കഴിഞ്ഞ തവണ ഇതുപോലെ സമാനമായതല്ല, ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് വീട്ടുകാർ ഉറപ്പ് നൽകിയിരുന്നു ഇത്രേ പോലീസിന് മാനസിക രോഗ ചികിത്സ നൽകും എന്നുള്ളത്. അപ്പോൾ ആ ഉറപ്പിന്മേൽ ഈ അക്രമത്തിനിരയായത് ആരാണോ അവരോടും കൂടി ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് സംസാരിച്ച് പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ക്രിമിനൽ പശ്ചാത്തലം എത്രയുണ്ട്, അയാളുടെ ക്രൈം ചെയ്യാനുള്ള ത്വര എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ? പോലീസിന് അതിന് ട്രെയിൻഡ് ആയിരിക്കില്ലേ ഫോഴ്സ്? തീർച്ചയായിട്ടും ഇങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ മാനസിക പ്രശ്നമുള്ള ആളാണെങ്കിൽ പ്രാദേശികമായിട്ട് അന്വേഷിക്കുക. അയൽവാസികളോടും ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ആളുകളോടും അവിടുത്തെ ജനപ്രതിനിധികളോടും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം പോലീസിനെ സംബന്ധിച്ചിട്ട് പോലീസ് എന്താ ചെയ്യേണ്ടത്? മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം സെക്ഷൻ 100 പ്രകാരം അയാൾക്ക് തന്നെയും ഇയാളെ കൊണ്ട് ഈ മാനസിക പ്രശ്നം കൊണ്ട് അയാൾക്ക് സ്വന്തമായിട്ട് അപകടം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റാൾക്ക് ആർക്കെങ്കിലും, അതായത് അത് പൊതുവിഭാഗത്തിലല്ല, അദ്ദേഹത്തിൻ്റെ അയൽവാസികളായപ്പോൾ പൊതുജനമായല്ലോ, പൊതുവിഭാഗത്തിലുള്ള ആളുകളോ ആർക്കായാലും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനാക്കിയിരിക്കണം. അതിന് കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിൽ കൊടുപ്പിക്കണം. അതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പോലീസിന് അങ്ങനെ നിർദ്ദേശമുണ്ട്. കാരണം ഇത് ഇന്നും ഉണ്ടായതൊന്നുമല്ല. മെൻ്റൽ ഹെൽത്ത് ആക്ട് ഇപ്പോഴാണ് പ്രൊവിഷൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പണ്ട് മുതലേ ഉണ്ട്. ലൂണസി ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടേ ഉണ്ട്. അത് പരിഷ്കരിച്ചപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു പുതിയ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, മെൻ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പണ്ടേ ഉള്ള സംവിധാനമാണ്. പണ്ടും ഇതേമാതിരി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടുകാരോട് പറയാം, അവർ ചികിത്സിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്, സംവിധാനങ്ങൾക്കുണ്ട്. ഇപ്പം തന്നെ പോലീസിനെ കൂടാതെ ഇങ്ങനെ നാർക്കോട്ടിക്സ് അതേമാതിരി മയക്കുമരുന്ന് ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ നാട്ടുകാർക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് അവർക്ക് ഒഴിയാൻ പറ്റില്ല. കാരണം ഇവനെ വിളിച്ച് ചോദിക്കാം, ഈ വ്യക്തിയെ വിളിച്ചിട്ട് അവിടെ ചോദിക്കാം. ചോദിച്ചതിന് ശേഷം അവർക്ക് കൗൺസിലിംഗ് വിധേയക്ക് അവർക്കൊക്കെ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഒരുപാടെണ്ണം കാണുന്നില്ല. 4-5 പേരിൽ അവർക്ക് ഈ കൗൺസിലിംഗ് സംവിധാനമോ മറ്റ് ട്രീറ്റ്മെൻറ്റിന് നിർബന്ധിച്ച് അയക്കണമെങ്കിൽ പോലീസിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വീട്ടുകാരിങ്ങനെ നിർബന്ധമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അയച്ച് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിന് തന്നെ ഇതിനകത്ത് നടപടി സ്വീകരിക്കണം. പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് കോടതിയിൽ കൊടുത്തതിന് ശേഷം ഈ മനുഷ്യനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുക. അടലിൽ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു ഉത്തരവ് വരും. അത് കോടതി അത് പരിശോധിക്കും. ഇയാൾ ശരിക്കും ഇതേമാതിരിയുള്ള വ്യക്തിയാണോ എന്നൊക്കെ നോക്കി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ കോടതിയിലേക്ക് നേരിട്ട് മജിസ്ട്രേറ്റാണ് അയക്കുന്നത്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അതായത് അത് അയച്ചു കഴിഞ്ഞാൽ പോലീസിന് തന്നെ നേരിട്ട് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാം.
അപ്പോൾ ഹോസ്പിറ്റലുകാരെന്തെങ്കിലും തരികട ചിലപ്പോൾ പറയുന്നതെന്നറിയോ, ബന്ധുക്കളുള്ള ആളാണെങ്കിൽ ബന്ധുക്കൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് അത് അവർക്ക് പറയാൻ അധികാരമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു തക്കടി അവർ പറയും. പക്ഷേ അതിനൊക്കെ മാറ്റമാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് 50 കൊല്ലം മുമ്പ് എനിക്ക് ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തൊരു ഡോക്ടർ കോഴിക്കോട് എന്നൊരു ഹോസ്പിറ്റൽ തുടങ്ങി. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഇവിടെ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മെഡിസിനെ മറ്റേന്നൊക്കെ പറഞ്ഞല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, നേരെ മറിച്ച് ഇംഗ്ലണ്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബെഡുള്ളത് എന്തിനാണെന്നറിയും, ഇതേമാതിരി മാനസിക രോഗികൾക്കുള്ള പ്രശ്നമാണ്, അതാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിശയിച്ചു പോയെന്ന്. അപ്പം ഇത് നമ്മുടെ അവസ്ഥയായ രീതിയിലായിരിക്കുന്നു. ഇത് സ്വന്തമായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് കൊണ്ട് അതോടെ തന്നെ ഇതേമാതിരി എനിക്ക് ഭ്രാന്തുണ്ട്, ഭ്രാന്താകാൻ വേണ്ടിയിട്ട് തന്നെ മരുന്ന് കഴിച്ചിട്ട് ഭ്രാന്താകുന്ന ഒരുപാട് ഭ്രാന്തന്മാരുണ്ട് ഇവിടെ. നമ്മുടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ തന്നെ കുട്ടികൾ സ്കൂളിൽ കോളേജുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് സംവിധാനം ഇതെടുത്തില്ലെങ്കിൽ ഈ സമൂഹം മുഴുവൻ ഒറ്റ അടിക്ക് നശിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്? പരാതി പറയാൻ പോലും ആളുകൾക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, അവർക്ക് സംരക്ഷണമില്ല. അവർക്ക് എപ്പോഴാണ് ഈ ക്രിമിനലുടെ മർദ്ദനമോ മറ്റു രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭീഷണിയോ ഉണ്ടാകുന്നതെന്ന് അവർക്ക് പോലും ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സംവിധാനമൊക്കെയുണ്ട്, നിയമമുണ്ട്, നടപടിക്രമമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ലെന്നോ ചെയ്യാതിരിക്കുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കാനോ സംവിധാനങ്ങളില്ല. കാരണം ഇതിനൊരു അക്കൗണ്ടബിലിറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള ഈ കേസിൽ ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കട്ടെ. പോലീസിൻ്റെ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നോ? പോലീസ് എന്ത് നടപടിയെടുത്തു? നടപടിയെടുത്തിട്ട് പോലീസിന് ഇതിൻ്റെ രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് ഫോളോ അപ്പ് എടുത്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? ആരാണ് ചെയ്യാതിരുന്നതെന്നോ ഒരു അക്കൗണ്ടബിലിറ്റി അതില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ച്, അതൊന്നും പറയാൻ പറ്റില്ല. പോലീസിൻ്റെ അടുത്തൊരു കംപ്ലയിൻറ്റ്, ഏത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും അതിന് പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം, നിയമപരമായ ബാധ്യത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്രമേൽ ക്രൂരമായ ഒരു സംഭവ വികാസം ഉണ്ടായി. ഈ വീട്ടുകാർക്ക് ഇനി എത്ര പേടിയുണ്ടായിരുന്നുവെങ്കിലും, അവരെത്ര ഭീഷണി നേരിട്ടിരുന്നുവെങ്കിലും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാണല്ലോ നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതിനു മുൻപ് ശരി, ഒരു ഗേറ്റ് ചവിട്ടിപ്പൊളിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വാതിൽ വന്ന് തട്ടിയതിൻ്റെ പേരിൽ ഒരാളെ പിടിച്ച് എല്ലാ കാലത്തേക്കും ഈ സെല്ലിലിടാൻ കഴിയില്ല. കുറച്ച് നാളത്തേക്ക് ഇനി പോട്ടെ, കുറച്ച് നാളത്തേക്ക് പോലീസ് പിടിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം, മറ്റെന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് തിരിച്ചു വരും. ഇത് ഇത്രയും ബ്രൂട്ടലായ ഒരു ക്രൈം വരുമ്പോൾ മാത്രമാണല്ലോ ഇയാളെ പുറത്തുവിടാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിയമത്തിന് അത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നത്. അതുവരെ ഈ തീക്ഷ്ണതയോടെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇയാളെ പിടിച്ചു പൂട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ. മാനസിക രോഗികളെ എങ്ങനെ ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. ഞാൻ പറയുന്നതല്ലോ. നിയമം പറയുന്നത് അവരെ ഇങ്ങനെ സമൂഹത്തിന് സ്വന്തമായിട്ടുള്ള അപകടം. പക്ഷെ ഇപ്പൊ പോലീസ് പറയുന്ന മാനസിക രോഗമില്ല എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണമായി ഇപ്പോൾ വരുന്നത്, ശ്രീ സുഭാഷ് ബാബു. അപ്പോ ഇതിലൊരു ഈ ക്രിമിനൽ മനോഭാവമാണോ അതോ മാനസിക പ്രശ്നമാണോ കൂടുതലായി നിൽക്കുന്നത് എന്നറിയില്ല നമുക്ക്. അതെ, മനോഭാവമാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്നാന്തരം ക്രിമിനലാണ്, സാമൂഹ്യ ദ്രോഹിയാണ്. സാമൂഹ്യ ദ്രോഹികളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കാപ്പ പ്രകാരം പിടിച്ചകത്തിട്ടൂടെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ നാട് കടത്തിക്കൂടെ? അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സെക്യൂരിറ്റി നടപടികൾ എടുത്തുകൂടെ? സൽസ്വഭാവം ഉറപ്പുവരുത്താൻ വേണ്ടി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യിച്ചുകൂടെ? ഇല്ലേ? അപ്പോൾ ഇതൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണെന്ന് പറയാൻ പറ്റില്ല. അവരൊരു ന്യായീകരണമല്ല, അംഗീകരിക്കരുത് സമൂഹം. അത് ന്യായീകരിക്കാനുള്ള രീതിയിൽ അത് പോലീസ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോലീസ് അങ്ങനെ പറയാൻ അധികാരമില്ല. പോലീസ് ചെയ്യേണ്ട നടപടികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒഴിവ് കഴിവെന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഷയിലില്ല. പോലീസിൻ്റെ പാട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്തിരിക്കണം. അതിന് ഒഴിവഴി പറയാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവേസീവ്നെസ് അല്ലെങ്കിൽ ഷർക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയാണ് പോലീസിൻ്റെ ഭാഷ. അത് ചെയ്യുന്നത് കുറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുക്കാം, അദ്ദേഹത്തിന് കറക്ഷണൽ രീതിയിലുള്ള മറ്റ് താക്കീതുകളൊക്കെ കൊടുക്കാം, അതൊക്കെ രേഖപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കിൽ. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? കൃത്യമായി പോലീസുകാർ ഇടപെട്ട് ഓരോ കാര്യങ്ങളിൽ പരിഹാരം കണ്ടിരിക്കണം. അല്ലാണ്ട് അത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി മറ്റൊരു ഇനി സ്വാധീനങ്ങളുണ്ടായി എന്ന് പോലും പറയാൻ പോലീസിന് അധികാരമില്ല, അറിയുമല്ലോ. സ്വാധീനങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ചോണം. അങ്ങനെയൊക്കെ സ്വാധീനത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാലും അത് മറികടന്ന് ചെയ്യാനുള്ള ആർജവവും അതിന് ബാധ്യതയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് തന്നെ നിയമം പറയുന്നു. സാധിക്കോ ഇല്ലയോ എന്നുള്ള രണ്ട് കാര്യം. പക്ഷേ അതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അതൊരു രക്ഷാവാദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് വീഴ്ചയാണെന്ന് തന്നെ പോലീസും അംഗീകരിക്കണം, സമൂഹം അന്വേഷിക്കണം. പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങൾ തീർച്ചയായിട്ടും ആ നിയമം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ചോദിച്ചിരുന്നത് ഈ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. അവർ നേരത്തെ ഈ പ്രശ്നം
അവർക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിന് പരിഹാരം എന്നുള്ളത് അതിനകത്ത് കാണാം. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആരുടെയെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു പിന്നെ ഇതും റിപ്പോർട്ട് അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആളുകൾ റിപ്ലൈ കൊടുക്കില്ലേ? അവർക്കറിയണമെന്നെങ്കിൽ അവരതിന് അത്രയും വലിയ ഗൗരവമായി വരുമെന്ന് അവർ ധരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്തായാലും ശരി, ഇങ്ങനെ പ്രശ്നമുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പുറത്തേക്ക് അറിയിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളെ എനിക്ക് നിർദ്ദേശം കൊടുക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അതിനാണ് എല്ലാവരും ചെയ്യേണ്ടത്. ആർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുക. അവർ സ്വന്തം നെറ്റ് നോക്കി അവർക്ക് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക. അപ്പോൾ ഇടപെടൽ വരും. ഈ പ്രശ്നത്തിന് ഇടപെടൽ വരുന്നില്ലെങ്കിൽ ഇതേമാതിരി സോഷ്യൽ മീഡിയ ഇതൊരു ഗൗരവമാക്കി എടുത്തിരുന്നെങ്കിൽ അപ്പം ഇത്രയുമല്ലേ ഉണ്ടായുള്ളൂ എന്ന നിലയ്ക്ക് നിസ്സാരവൽക്കരിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണ് എന്ന് നമ്മളെ ജാഗരൂകരാക്കുന്ന തരത്തിലുള്ളൊരു സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും കുടുംബമായും നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ആളുകളുടെ ജീവനുമായും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഡോക്ടർ മോഹൻ റോയ്, ഇതിൽ വേറൊരു വലിയ പ്രശ്നമുള്ളത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് വലിയ താല്പര്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമാണ്. അങ്ങനെയൊന്നും ഇപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിടുക എന്ന് പറയുന്നത് നമ്മൾ വലിയ കാര്യത്തിൽ പരിഗണിക്കുന്നൊരു കാര്യമായിരിക്കില്ല. പക്ഷേ ഈ സ്വഭാവത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വ്യാപ്തിയും അറിയുന്നവർ നമ്മൾ തന്നെയാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പോലീസിനടക്കം മാനസിക രോഗത്തിന് ചികിത്സ കൊടുക്കാമെന്ന് പറഞ്ഞ് സംരക്ഷിച്ചിരുന്ന ആളുകൾക്ക് ഇതിലൊരു വലിയ ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഈ മാനസികാരോഗ്യ പരിപാലന നിയമത്തെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള ഒരു അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ സംസാരിച്ച പല ആൾക്കാരും ഇതിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും, നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, മാനസികാരോഗ്യ പരിപാലന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്, അതിപ്പോൾ നടപ്പിലാണ്. അതിലെ സെക്ഷൻ 100, 101, 102 എന്നിവ പ്രകാരം ഇത്തരത്തിലുള്ള ഒരാളെ കസ്റ്റഡിയിലെടുക്കാനും മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാനും പോലീസുകാർക്ക് തന്നെ നേരിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കാനും അതിനുശേഷം അവർക്ക് ചികിത്സ ഈ പറയുന്ന പൊതു മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുകയും അതിൻ്റെ ചിലവും ബാക്കി കാര്യങ്ങളുമൊക്കെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനമാണ് നടത്തുന്നത്. പിന്നെ 2, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഭ്രാന്ത് എന്നൊരു വാക്ക് നമ്മുടെ പാനലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പലരും ഉപയോഗിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് യഥാർത്ഥത്തിൽ ഈ മാനസിക രോഗത്തെ വേർതിരിച്ച് കാണുകയും ഒരു വേർതിരിവും ഇകഴ്ത്തലും ഒക്കെയാണ്. അപ്പോൾ ദയവായി ആ ഭ്രാന്ത് എന്നുള്ള വാക്ക് ഇനിയെങ്കിലും നമ്മൾ മാറ്റി മാനസിക ആരോഗ്യം എന്നൊരു തലത്തിലേക്ക് ആലോചിക്കണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം നോക്കൂ, ഇത്തരത്തിലുള്ളവർ ഇതിൽ തീർന്നെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ലെന്നേ. ഇത്തരത്തിലുള്ള ഋതുമാർ ഇപ്പോഴും സമൂഹത്തിലുണ്ടാകാം. ചിലപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് അരമണിക്കൂറിനോ 1 മണിക്കൂറിനോ ശേഷമോ ചിലപ്പോൾ ഇന്ന് തന്നെയോ അതിദാരുണമായ അടുത്ത സംഭവം ഉണ്ടായേക്കാം. ഞാനൊന്ന് അവിടെ ഇടപെട്ട് ചോദിക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യൻ നന്നാവാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ആളുകൾക്ക് പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. അല്ല, പ്രചോദനമാകുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലിപ്പോൾ പകയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞോണം, ഇത് തന്നെ രാവിലെ സംഭവിച്ചൊരു കാര്യത്തിൽ ഒരു കുട്ടിയെ നഗ്നനാക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയും അത് വീഡിയോ എടുത്തിടുകയും ആ കുട്ടി പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ചെയ്യാനുള്ള, അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എന്തുമാത്രം തിന്മയും വയലൻസും ഒക്കെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ ഫലപ്രദമായി നേരിടാൻ സംവിധാനങ്ങൾ തയ്യാറായില്ലെങ്കിൽ അതിന് പുതിയ നിയമമൊന്നും വേണ്ട. ഈ നിലവിലുള്ള നിയമം കൃത്യമായി ഒന്ന് ഉപയോഗിച്ചാൽ തന്നെ ഇത് നടപ്പാകാവുന്ന കാര്യമാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഈ കുടുംബത്തിന് പുറത്തുള്ളവർക്ക് ഇത്ര ദ്രോഹമുണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുടുംബത്തിലുള്ളവർക്ക് എന്തുമാത്രം ദ്രോഹമായിരിക്കും ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് പിന്നെ ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതുപോലെ നമ്മളതങ്ങ് ചെയ്യും. കാക്കയ്ക്കാണ് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, മറ്റൊരാൾക്ക് പൊൻകുഞ്ഞാവണമെന്നില്ലല്ലോ. അത് ചിലപ്പോൾ ഒരു ദ്രോഹക്കുഞ്ഞായി മാറും. ഈ പൊൻകുഞ്ഞുങ്ങൾ പലപ്പോഴും ദ്രോഹക്കുഞ്ഞുങ്ങളായി മാറുന്ന ഈ കേസുകളുടെ കാര്യം വീട്ടുകാർക്കറിയാം. ഈ മോഷണ കേസ് അടക്കം ഉണ്ട്, അതിനുകൂടെ മറ്റു ക്രൈമുകളുമുണ്ട്. ഇതെല്ലാം അറിയുമ്പോൾ പുറത്തുപോയി ശല്യമുണ്ട് എന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ പറയുന്ന പൊൻകുഞ്ഞ് എന്ന മനോഭാവത്തിൽ സംരക്ഷിക്കാൻ പറ്റുമോ? തൻകുഞ്ഞായതുകൊണ്ട് പൊൻകുഞ്ഞെന്നല്ലേ വിചാരിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകണം. നേരത്തെ സുഭാഷ് ബാബു സാർ സൂചിപ്പിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, ഞങ്ങൾ ചികിത്സിക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ ചികിത്സിക്കാമെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് തിരിച്ചയക്കുക എന്നുള്ളതാണോ നമ്മുടെ സംവിധാനം യഥാർത്ഥത്തിൽ നടത്തേണ്ടത്? ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് കുറവും ബാക്കിയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഉൾപ്പെടെ ജനമൈത്രി പോലീസ് ഉൾപ്പെടെ നടപ്പാക്കുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷനിലൊന്നും അടുത്ത കാലത്തൊന്നും ജനമൈത്രി മീറ്റിംഗുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തുകയും ഈ വിഷയം അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടില്ലേ?
അവിടെ ഉള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ, ഇടപെട്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അവരുൾപ്പെടെ അറിയുകയും ഇടപെടുകയും ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള, ഞാൻ പറയുന്ന ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയാവുന്ന മഞ്ഞുമലയുടെ ഒരു കഷ്ണം മാത്രമാണ്. കാരണം നമ്മൾ ഓരോന്നും അറിയുമ്പോൾ മാത്രം, നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാനസികാരോഗ്യത്തിൻ്റെ ആംഗിളിലൂടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എല്ലായിടത്തുമുണ്ട്, ഇപ്പോഴുമുണ്ട്, അവരിനിയും ഉണ്ടാവും, അവരിനിയും തലപൊക്കും. അവരിനി തലപൊക്കി ഇത്തരം അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ സംവിധാനങ്ങൾ ഫലപ്രദമായി ഏകോപനത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ വളരെ വ്യക്തമായ ഒരു പങ്കുണ്ട്. ആ പങ്ക് നിർവഹിക്കുകയും ചെയ്തില്ലെങ്കിൽ പണ്ട് കാലത്ത് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് നമുക്ക് അന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുകയാണെങ്കിലും ഇപ്പോൾ ഇതൊരു ഭ്രാന്താലയമാവുകയാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ശരി. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ കടക്കുന്നത് നമ്മൾ നോക്കൂ, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബശ്രീ അടക്കമുള്ളവയൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമൊക്കെയാണ് നമുക്കുള്ളത്. ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാറിയ സാഹചര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും മനുഷ്യനെ ഭയങ്കരമായി വിശ്വസിക്കുന്നു. മനുഷ്യരൊരു വലിയ സംഭവമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സാഹോദര്യവുമുള്ള ഒരു രൂപപ്പെടലാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി പൊതുസമൂഹത്തിന്, പൊതുപ്രവർത്തകർക്ക് ഇടപെടാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിയണം. ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഋതു മാനസിക രോഗിയാണ് എന്ന തരത്തിലേക്കുള്ളൊരു ചർച്ചയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഋതു മാനസിക രോഗിയല്ല. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഋതുവിൻ്റെ അമ്മ കൈരളി യഥാർത്ഥത്തിലൊരു കുടുംബശ്രീയുടെ പ്രധാന പ്രവർത്തകയായിരുന്നു അവിടുത്തെ. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്നതാണ്. പക്ഷെ പലപ്പോഴും അവരുടെ മകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവരെടുത്തത്. യഥാർത്ഥത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അമ്മയാണ് ഈ മകനെ ഇങ്ങനെ വഷളാക്കിയെന്നാണ് പൊതുവെ ആ നാട്ടിലെ ആളുകൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ മാനസിക രോഗമുള്ള ആളുകളെ ഒരു പൊതുശല്യമായി മാറുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ പഞ്ചായത്തും ഇടപെട്ട് പോലീസുമൊക്കെ ബന്ധപ്പെട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പല ആളുകളെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ അത്ര വലിയൊരു ഗൗരവമായ ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. ഇതിപ്പോൾ രണ്ട് അയൽവാസികളുമുള്ള തർക്കം ഒരു പ്രാവശ്യം പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, കോഴി വന്നു, പട്ടി വന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ അതിലുണ്ടാവുന്നൊരു വിഷയം അപ്പോൾ ഇവൻ മാരകായുധമായിട്ട് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് അതിൽ ഗൗരവമായി കാണേണ്ടത്. പക്ഷേ അപ്പോൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി, 2-3 വട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ പക്ഷേ പലപ്പോഴും ഇത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പോലും ഈ വിഷയം അറിയാതെ പോകുന്നുണ്ട്. കാരണം അവരോടത് പറയാറില്ല. കാരണം അത്ര വലിയ ഗൗരവമായ കാര്യങ്ങളല്ല. പരാതി കൊടുത്തു, പോലീസ് വിളിപ്പിച്ചു, തീരുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പൊതുശല്യം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് അയൽവാസികൾക്ക് മാത്രമാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവരാള് കുഴപ്പക്കാരാണെന്ന് ഇവരുടെ അങ്ങനെ ആരോടൊന്നും അതാണ് പറഞ്ഞത്. ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ചേന്ദമംഗലത്ത് പ്രശ്നമുണ്ടായി, അത് അവിടെ അവസാനിച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇനി വിചാരണ, ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അങ്ങൊരു പൊതുപ്രവർത്തകൻ, ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. നമുക്ക് അല്ലാതെ സ്റ്റേറ്റ് വൈസ് നമ്മുടെ ഒരു മാറിയ ഒരു ക്രൈം സാഹചര്യമൊക്കെ കണ്ടുകൊണ്ട് കൂടുതൽ ഇടപെടലിന്റെ ആവശ്യമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പൊതുവേദികളിൽ കാണാറില്ല. അവരൊക്കെ അവരുടേതായ ലോകത്തേക്ക് ഒതുങ്ങി. ഇപ്പോൾ ഒരു സാംസ്കാരിക സമ്മേളനം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഈ ചെറുപ്പക്കാരെ ആരെയും കാണാത്തൊരവസ്ഥയാണ്. അവരൊക്കെ വേറെ ഏതോ ലോകത്തേക്ക് പോയിക്കൊണ്ടിലാണ് എന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത്. പലപ്പോഴും ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ വലിയ ഒരു കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഋതുമാർ ഇനിയും ഉണ്ടാകാനും നമ്മുടെ നാടിൻ്റെ ഒരു സമാധാനാന്തരീക്ഷം തകർക്കാനും ഒക്കെ ഇടവരുന്നിടത്തേക്ക് ജനങ്ങൾ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം ഇപ്പം തന്നെ നമ്മുടെ സംഭവിച്ചത്, നമ്മുടെ ഏറ്റവും വലിയ ഒരു ആശ്വാസ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ ഒരു സുരക്ഷിത താവളം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നമ്മുടെ വീട്ടിലാണ്. ആ വീട്ടിൽ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ മദ്യത്തിനും അല്ലെങ്കിൽ ലഹരിക്കുമെതിരായ വലിയ ഏറ്റവും മോശമായ സാഹചര്യം വരുന്നത് വരെ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൽ ജാഗ്രത ഉണ്ടാവാതിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ
പൊതുവെ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അവരേത് വലിയ പ്രതിരോധത്തിൻ്റെ മറ പിടിച്ചിട്ടുണ്ട് എങ്കിലും നിയമം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ബോധ്യവും നമുക്ക് വേണ്ടതുണ്ട്. നമുക്കങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ലഹരിക്കോ അവരുടെ പകയ്ക്കോ ഒന്നും കൊടുക്കാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവൻ ഇല്ല എന്നുള്ളത് വിചാരിച്ചുകൊണ്ടുള്ള ജാഗ്രത സ്വാഭാവികമായും നമുക്ക് തന്നെ വേണ്ടതുമാണ്. സംവിധാനവും അതിനനുസരിച്ച് രൂപപ്പെടുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം.